മദ്യനയ അഴിമതിയിൽ ആം ആദ്മി പാർട്ടി ഗോവ പ്രസിഡന്റിന് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അഴിമതി പണം ഗോവ തെരഞ്ഞെടുപ്പിന് വിനിയോഗിച്ചതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇഡിയുടെ നോട്ടീസ്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. രോഹിണി, മദ്യനയ അഴിമതിയിൽ ആം ആദ്മി നടത്തിയിട്ടുള്ളത് ഏകദേശം 600 കോടി രൂപയുടെ അഴിമതിയാണെന്നും ഇതിൽ 45 കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇഡിയും CBIയും ഇക്കാര്യം കുറ്റപത്രങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഈ ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെയും കവിതയെയും ചോദ്യം ചെയ്തതിൽ നിന്ന് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർണായകമായ നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഗോവ ആം ആദ്മി പാർട്ടി പ്രസിഡന്റിനെയും ഒപ്പം മറ്റു ചില ആം ആദ്മി നേതാക്കളെയും ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 45 കോടി രൂപ അഴിമതി പണം അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് ഇഡി കണ്ടെത്തിയത്. ഒപ്പം മദ്യനയ അഴിമതി കേസിൽ നിന്ന് നിർണായകമായ നിയമ നടപടി അല്ലെങ്കിൽ നിർണായകമായ ദിനമാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച്. ഇഡി കസ്റ്റഡി കാലാവധി കഴിയുന്നതിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാകുന്നുണ്ട്. കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന അപേക്ഷയായിരിക്കും ഇഡി മുൻപോട്ട് വയ്ക്കുക. 22-ാം തീയതി അറസ്റ്റിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇഡിയുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയായിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. എന്നാൽ ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്. കള്ളപ്പണ ഇടപാടിൽ അറസ്റ്റായി ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ തുടരുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ സാധിക്കില്ല. രാഷ്ട്രീയ മാന്യതയുണ്ടെങ്കിൽ കെജ്രിവാൾ രാജിവെക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഒപ്പം കെജ്രിവാളിന്റെ രാജിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മിയുടെ പ്രതിഷേധവും രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഗോവയിൽ ആം ആദ്മി പാർട്ടി പ്രസിഡന്റിന് ഇഡി നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒപ്പം കെജ്രിവാളിനെ കസ്റ്റഡി കാലാവധി കഴിയുന്നതിനെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. രോഹിണി.